ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തി, ദോശ, പൂരി, ചോറ് അങ്ങനെ ഏതിലേക്ക് നമുക്കിത് സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനിതാ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതൊന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 8 വെളുത്തുള്ളി അല്ലി ഞാനിതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 8 എടുത്തിട്ടുള്ളത്. ഇനി വലിപ്പമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 5 ഒക്കെ മതിയാവും. എന്നിട്ട് ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ ഇതാ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാനിട്ടൊരു 3 എടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അതൊന്നിങ്ങനെ വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള വെല്ലുള്ളിയാണ് കേട്ടോ. അതുപോലെ ഞാൻ നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വരണേ. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു കളർ കിട്ടാനും അതുപോലെ തന്നെ അധികം എരിവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഇത്ര അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതിയേ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിത് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അധികം പുളി ഇല്ലാത്ത തക്കാളി വേണം നമ്മളിതിലേക്ക് എടുക്കാൻ. സാധാരണ നാടൻ തക്കാളി ആകുമ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതല്ലാത്ത ടൈപ്പ് തക്കാളി ഉണ്ടല്ലോ, അധികം പുളി ഇല്ലാത്ത, അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അത് വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ ഉടഞ്ഞ് വന്നോളും. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇനി ഇടയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്കൊക്കെ പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇലയിൽ ഞാനിങ്ങനെ മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് വന്നോളും. ഉണ്ടല്ലേ, നന്നായിട്ട് ഇപ്പം തന്നെ ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും തന്നെ അതെല്ലാം ഇതുപോലെ ഒന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നോളേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂണോളം തക്കാളി സോസ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ എടുത്ത് കണ്ട് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറഞ്ഞൊരു മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഏതിലേക്കും വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൊമാറ്റോ ഫ്രൈ ആണ്. നമുക്ക് ചോറിലേക്കാണെന്നുണ്ടെങ്കിലും ദോശ, പൂരി അങ്ങനെ ഏതിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഏതിലേക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവേ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.